വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും സ്തുതിയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം തൃത്വത്തെക്കുറിച്ചുള്ള ഉപദേശം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇതിനെക്കുറിച്ച് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലുമൊക്കെ കേൾക്കാറുള്ളതാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ശരിയായിട്ടുള്ള സംശയരഹിതമായ ഒരു റാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുവാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ് പലരും അതിൽ നിന്നും അഭിപ്രായപ്പെടുന്നത്. അതായത് പിതാവായ ദൈവം, അത് പുത്രനെ അയച്ച ദൈവമാണ്. അയക്കപ്പെട്ട പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് മൂന്ന് ദൈവമായിട്ട് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ദൈവമായിട്ടാണ് ആളുകൾ അതിനെ ധരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള സത്യ ഏക ദൈവം എന്നുള്ള ധ്വനി ഇതിൽ നിന്നും തെളിഞ്ഞു വരുവാനായിട്ട് പരമാവധി ശ്രമിക്കുവാൻ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തൃത്വത്തെക്കുറിച്ച് അത് AD 170 തെയോഫിലോസ് എന്ന ഒരു അന്ത്യോക്യൻ സഭാപിതാവ്, തെയോഫിലോസ് എന്ന ഒരു അന്ത്യോക്യൻ സഭാപിതാവാണ് ആദ്യമായി ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്, മൂന്ന് ദൈവത്തെക്കുറിച്ച് ഉള്ള ആശയം. അത് കഴിഞ്ഞതിന് ശേഷം AD 200 തർത്തുല്യൻ എന്ന ഒരു ലാറ്റിൻ തിയോളജിയനാണ് തൃത്വം എന്നുള്ള പദം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് തൃത്വം, അതായത് ട്രിനിറ്റി എന്ന പദം ലോകത്തിന് സംഭാവന ചെയ്യുന്നത് ഈ തർത്തുല്യനാണ്. അതിനുശേഷം AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത്, അന്നാണ് വാസ്തവത്തിൽ നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനികൾ, ക്രിസ്തീയ വിശ്വാസികൾ അല്പം ആശ്വാസം പ്രാപിക്കുന്നത്. അതുവരെ അവരൊക്കെ ഒളിഞ്ഞും പാത്തും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുകയുള്ളൂ. കാരണം അതുപോലെ ക്രൈസ്തവ പീഡനമാണ് ആദിമ ക്രൈസ്തവ സഭ അനുഭവിച്ചതെന്നുള്ള നമുക്കറിയാം ചരിത്രം പരിശോധിച്ചാൽ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി. അതിനുശേഷമാണ് ക്രൈസ്തവർ ശരിയായി തല ഉയർത്തി ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങുന്നത്. ചക്രവർത്തി ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി. അന്നത്തെ എല്ലാ സഭാപിതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി. അത് നിഖ്യായിൽ, അതിന് നിഖ്യ സുന്നകദോസ് എന്നാണ് പറയുന്നത്. അവിടെ ഈ വിഷയത്തെക്കുറിച്ച് ശരിയായിട്ട് വിശകലനമൊക്കെ നടന്നു. അങ്ങനെ ഏതായിരുന്നാലും ഈ തൃത്വ ഉപദേശം അങ്ങനെ അവിടെ എല്ലാവരും അംഗീകരിക്കുകയുണ്ടായി, തൃത്വ ഉപദേശം. അപ്പോൾ ഈ സംശയം മനുഷ്യൻ്റെ ഉള്ളിൽ, ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ്. മൂന്ന് ദൈവങ്ങളെന്നുള്ള ആ ഒരു ചിന്ത മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകമായി ദൈവമക്കൾ ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവത്തിന് മനുഷ്യ സമൂഹത്തെ രക്ഷിച്ചെടുക്കണം. അതാണ് ദൈവത്തിൻ്റെ ദൗത്യം. അതിനാണ് രക്ഷാകര പദ്ധതി എന്ന് നമ്മൾ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് നാം സാധാരണ പറയാറുള്ളത്. ഈ രക്ഷാകര പദ്ധതി മനുഷ്യന് മനസ്സിലാകത്തക്ക രീതിയിൽ
ഈ പദ്ധതി എന്ന് പറയുന്നത് വളരെ ബൃഹത്തും അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് മനുഷ്യന് മനസ്സിലാകത്തക്ക വിധത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ ഈ 3 സ്വത്വങ്ങൾ പരാമർശിച്ചെങ്കിലേ സാധിക്കൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 3 സ്വത്വങ്ങൾ എന്ന് പറയുന്നത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഇങ്ങനെ 3 സ്വത്വങ്ങളായി നമ്മൾ അതിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ രക്ഷാകര പദ്ധതി നടപ്പാക്കാൻ സാധിക്കൂ. 3 പേരുകളിൽ അറിയപ്പെടണം. എങ്കിൽ മാത്രമേ ഈ ബൃഹത്തായ പദ്ധതി ദൈവത്തിന് നടപ്പാക്കാൻ സാധിക്കൂ. അങ്ങനെയാണ് ദൈവം തൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. അതായത് പിതാവിനെക്കുറിച്ച്, പുത്രനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. ഇതിന് നമ്മൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് അല്പം ഒന്ന് കടന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യ സൃഷ്ടിയിലേക്ക് നമ്മൾ കടക്കണം. ആദ്യം മനുഷ്യ സൃഷ്ടിയിലേക്ക് കടക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അത് നമുക്കറിയാം. മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്, തൻ്റെ സാദൃശ്യത്തിലാണ്. തേജസ് മനുഷ്യനെ അണിയിച്ചു. ദൈവത്തിൻ്റെ തേജസ് മനുഷ്യന് കൊടുത്തു. മനുഷ്യനെ തേജസ് ഉള്ളവനാക്കി സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ എന്താണ് ചെയ്തത്? സാത്താൻ്റെ സംസർഗത്തിൽ മനുഷ്യൻ ഈ തേജസ് നഷ്ടപ്പെടുത്തി. സാത്താൻ്റെ തന്ത്രം നമുക്കറിയാം. അവൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് വരുന്നത്. അവൻ വന്ന് മനുഷ്യന് ദൈവവുമായിട്ടുള്ള നല്ല ധാരണ ഇല്ലാതാക്കി. അതിനുശേഷം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. അങ്ങനെ സാത്താൻ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് മുറിച്ച് മാറ്റി, അറുത്തു മാറ്റി. അതാണ് അറുപ്പാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനു ശേഷം ദൈവത്തിൽ നിന്ന് അറുത്തു മാറ്റിയാൽ പിന്നെ അവനെ നശിപ്പിക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണ് മനുഷ്യനെ സാത്താൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പദ്ധതി ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? മാനവരാശി മുഴുവൻ ആ സാത്താൻ്റെ നിയന്ത്രണത്തിലായി തീർന്നു. ഇനിയും ഈ നിയന്ത്രണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചെടുക്കണം. മനുഷ്യനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് രക്ഷാകര പദ്ധതി. അപ്പോൾ മനുഷ്യന് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. സ്വർഗീയ പർദീസ അവന് നഷ്ടപ്പെട്ടു. അവനെ തോട്ടത്തിന് വെളിയിലാക്കി. തോട്ടത്തിന് വെളിയിലെന്ന് പറഞ്ഞാൽ അന്നത്തെ ഭൂമിയിലാക്കി. അപ്പോൾ ദൈവം മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തോട്ടത്തിൻ്റെ വെളിയിലാക്കി. ഇനി എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? ഇനിയും മനുഷ്യൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ദൈവം ആദ്യം കൊടുത്ത ആ തേജസ് അവൻ വീണ്ടെടുക്കണം. അതിനുവേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. ദൈവമക്കളെ, ആദ്യം മനുഷ്യന് കൊടുത്ത ആ തേജസ് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്? മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. ഈ തേജസ് പ്രാപിച്ചെങ്കിലേക്ക് തിരിയണം. അതിനുവേണ്ടി ദൈവം എത്ര കാലമാണ് കാത്തിരുന്നത്? ശതകോടി വർഷങ്ങൾ ദൈവം കാത്തിരുന്നു. മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് വീണ്ടും ആ തേജസ് പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട്. അതുകൊണ്ടാണ് ആമോസ് പ്രവാചകൻ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആമോസ് ഏറ്റവും കൂടുതലത്തെ പ്രവാചകന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ തന്നെ 13 വാക്യങ്ങളേ ഉള്ളൂ ആമോസ്. എങ്കിലും അവർ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ മനുഷ്യന് പലവിധത്തിലുള്ള യാതനകൾ സഹിക്കേണ്ടി വന്നു. അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലാതായി, ഭക്ഷിപ്പാൻ ആഹാരമില്ലാതായി, ഫലവൃക്ഷാദികൾ ഫലം കൊടുക്കാതായി. എങ്കിലും അവർ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ
4-ാം അധ്യായത്തിലെ 13 വാക്യം വെച്ചിട്ടുള്ളൂ. അതിൽ 5 പ്രാവശ്യം ദൈവം സംസാരിച്ചിരിക്കുകയാണ്. എങ്കിലും അവർ എങ്കിലേക്ക് തിരിഞ്ഞില്ല. മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. എന്നാൽ ഇന്നാണെങ്കിൽ നമുക്ക് എന്തുകൂടി അതിൻ്റെ കൂടെ ചേർക്കാം. COVID-19 വന്നു, എങ്കിലും അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. തിരിഞ്ഞോ? ഇല്ല. ദൈവമക്കളെ, ഈ ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണം. അപ്പോൾ ദൈവം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? മനുഷ്യനെ കൊണ്ട് ഇത് നടപ്പില്ല. അങ്ങനെയാണ് വചനം എഴുതി വെച്ചത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കാൻ ദൈവം നോക്കിയിട്ട് ഒരൊറ്റ മനുഷ്യനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായിത്തീർന്നു. നീതിമാൻ ആരുമില്ലാത്തവരായിത്തീർന്നു. അങ്ങനെയുള്ളവരെ കൊണ്ട് സ്വർഗരാജ്യം സ്ഥാപിക്കാൻ സാധിക്കുമോ? ഇല്ല. സ്വർഗരാജ്യം നീതിമാന്മാർക്കുള്ളതാണ്, തേജസ് പ്രാപിച്ചവർക്കുള്ളതാണ്. അപ്പോൾ സ്വർഗരാജ്യം സ്ഥാപിക്കണത് ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? സ്വർഗരാജ്യം സ്ഥാപിക്കുക എന്നുള്ളത്. സ്വർഗരാജ്യം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഇനിയും ദൈവം തന്നെ മനുഷ്യനെ തേജസ്സുള്ളവനാക്കിയെങ്കിലേ സാധിക്കും. അങ്ങനെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു കോൺഫറൻസ് നടക്കുന്നതായിട്ട് നമുക്കറിയാം. കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. സാറാവുകൾ അവന് ചുറ്റും നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്തുതിയിൽ യെശയ്യാ പ്രവാചകൻ ആ ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധിയുടെ നിറവിൽ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, എന്നെ ഈ അശുദ്ധിയിൽ നിന്നും ആര് വിടുവിക്കും? മാനവരാശിയുടെ കരച്ചിലായിരുന്നു അത്. ദൈവം എപ്പോഴും കരച്ചിലിന് ശബ്ദം കൊടുക്കുന്നവനാണ്. ഈ സ്തുതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ശ്രദ്ധ എവിടെയാണ്? യെശയ്യാ പ്രവാചകന്റെ ആ കരച്ചിലാണ്. എന്നെ ആരിതിൽ നിന്ന് വിടുവിക്കും? അവൻ്റെ പാപത്തിൽ നിന്ന് അവനെ വിടുവിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ആർ എനിക്ക് വേണ്ടി പോകും? ആർ എനിക്ക് വേണ്ടി പോകും? അത് സങ്കീർത്തനം 40-ാം അധ്യായത്തിൻ്റെ 7-ും 8-ും വാക്യത്തിൽ പറയുന്നു, ആർ എനിക്ക് വേണ്ടി പോകും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഒരാൾ വരണം. ദൈവത്തിന് വേണ്ടി ഒരാൾ വരണം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ വന്നാൽ മനുഷ്യന് മനസ്സിലാക്കില്ല, പഴയ പോലെയാകും. കാരണം എന്താ? ദൈവത്തെ ആർക്കും കാണാൻ സാധ്യമല്ല. വീണ്ടും പഴയ നിയമം ആവർത്തിക്കപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ കാണാമെന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യനായി ദൈവം ഇവിടെ കടന്നു വരണം. നോക്കണം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ കണ്ടത് എന്താണ്? കണ്ട ആ ഒരു ദർശനം എന്ന് പറയുന്നത്, താൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ദൈവം ആ നിലവിളി കേട്ടു. അപ്പോൾ എന്താണ് ദൈവം ചെയ്തത്? യാഗപീഠത്തിൽ നിന്നും ഒരു തീക്കഷണമെടുത്ത് യെശയ്യാ പ്രവാചകന്റെ അധരങ്ങളിൽ തൊടുവിച്ചു, സറാബുകളിലെടുത്ത്. അപ്പോൾ അവൻ്റെ അകൃത്യം നീങ്ങി, അവൻ പാപത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതനായി. വരുവാനിരിക്കുന്ന ഒരു വലിയ പാപമോചനത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഹല്ലേലൂയ ഒരു വിരൽ ചൂണ്ടലായിരുന്നു അത്. ആ തീക്കനൽ എന്താണ്? അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് ആ തീക്കനൽ. ആ രക്തത്തിൽ കൂടിയാണ് ഇനി മാനവരാശിയെ വീണ്ടെടുക്കേണ്ടത്. അപ്പോൾ ആരെ അയക്കേണ്ടു എന്നുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി? അതായത് സങ്കീർത്തനം
40:7 ഇതാ ഞാൻ വരുന്നു. സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ആരുടെ ശബ്ദമാണിത്? ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശു ക്രിസ്തുവിൻ്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ യേശു ക്രിസ്തു എങ്ങനെ വന്നു? ആത്മാവായിട്ടാണോ? അല്ല, യേശു ക്രിസ്തു മനുഷ്യനായി കടന്നു വന്നു. അവിടെയാണ് മനുഷ്യൻ എന്ന ദൈവമായി വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു. ദൈവമായി വെളിപ്പെട്ടാണ് യേശു ക്രിസ്തു കടന്നു വരുന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ പിന്നെ യേശു ദൈവം എന്ന് പറയുന്നതിന് ഇനിയും മടിക്കേണ്ട കാര്യമില്ല. അതാ പിതാവായ ദൈവം യേശു ഞാൻ ആരെ അയക്കേണ്ടു എന്ന് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു തന്നെയാണ് പറയുന്നത്, എന്നെ അയക്കാൻ ഞാൻ പോകാം. എന്തിനു വേണ്ടി? യാഗം കഴിക്കണം. അതായത് യാഗം കഴിച്ച് തൻ്റെ രക്തം ചൊരിഞ്ഞല്ലാതെ പാപമോചനം ഇല്ല. ഇതെങ്ങനെ ഉണ്ടായി? ഈ സത്യം തിരുവചനത്തിൽ ബലി കഴിച്ച് പാപമോചനവും അതുപോലെ തന്നെ കുറ്റബോധമൊക്കെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത് പണ്ട് മുതലേ ചരിത്രത്തിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പുരാതന കാലങ്ങളിലെ ഗ്രന്ഥങ്ങൾ നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആടുകളെയും കാളകളെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ കൊല ചെയ്ത് അവരുടെ രക്തം കൊണ്ട് രക്തം ചൊരിയുമ്പോൾ പാപത്തിന് മോചനം ഉണ്ടാകുന്നുവെന്ന് പുരാതന വിശ്വാസമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രോട്ടോകോൾ അഥവാ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് മനുഷ്യൻ എന്തും മനസ്സിലാക്കിയിരിക്കുന്നോ അതിൽ നിന്ന് കർത്താവ് തുടങ്ങും. മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? രക്തം ചൊരിയണം. പുരാതന കാലം മുതൽ ഈ തിരുവേദന എഴുതുന്നതിന് മുമ്പ് മുതലേ ഉള്ള വിശ്വാസങ്ങളാണത്. ആ വിശ്വാസം അതുപോലെ ദൈവം ഏറ്റെടുത്തു. അതാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല എന്ന്. ദൈവത്തിൻ്റെ രക്തം ചൊരിയണമെന്നുണ്ടോ പാപമോചിക്കുന്നതിന്? ഇല്ല. എന്നാൽ ഇങ്ങനെ വരാൻ കാരണം എന്തുവാ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ദൈവത്തിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്. മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഈ രക്ഷാകര പദ്ധതി അവതരിപ്പിക്കണമെങ്കിൽ രക്തമുള്ള മനുഷ്യൻ യാഗമാകണം. അത് പഴയ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുള്ള കുഞ്ഞാടാണ്? ഊനമില്ലാത്ത കുഞ്ഞാടിനെയാണ് ബലി കഴിച്ച് രക്തം ചൊരിയേണ്ടത്. അങ്ങനെയാണ് പാപമോചനം ഉണ്ടാകുന്നത്. അപ്പോൾ കുഞ്ഞാടിന് പകരം ഒരു മനുഷ്യനാകുമ്പോൾ ആ പ്രക്രിയയ്ക്ക് കുറെ കൂടെ ഗൗരവമുണ്ടാകും. അങ്ങനെയാണ് ദൈവം തന്നെ മനുഷ്യനായി ഇവിടെ വെളിപ്പെടുന്നത്. വെളിപ്പെട്ട് ആ മനുഷ്യൻ്റെ രക്തം ചിന്തുവാൻ ദൈവം തീരുമാനിക്കുക ചെയ്യുന്നു. നോക്കണ രക്ഷാകര പദ്ധതിയുടെ പോക്ക് എത്ര സംശയരഹിതമായിട്ടാണ് ആ പദ്ധതി നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത്. ഈ റാഷണൽ തോട്ട്സ് നാം മറന്നു പോകരുത്. ദൈവത്തിന് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ വചനം എഴുതി വച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയല്ല. ദൈവത്തിന് വചനം വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഈ വചനം ആർക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന? മനുഷ്യന് മനസ്സിലാകത്തക്ക രീതിയിൽ മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതി എഴുതി ചേർത്തിരിക്കുന്നതാണ് ഈ വചനം എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ ശൈലി, അതാണ് ദൈവത്തിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യന് മനസ്സിലാകത്തക്ക രീതിയിൽ രക്ഷാകര പദ്ധതി ദൈവം അവതരിപ്പിക്കുക അത്ര ചെയ്യുന്നത് തൻ്റെ പുത്രൻ്റെ രക്തത്തിൽ കൂടി. രക്തം ചൊരിഞ്ഞ് പാപമോചനം. ആ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്? കാൽവറിയിൽ അത് യേശു യാഗമായി തീർന്നപ്പോൾ ആ പ്രക്രിയ നടന്നു കഴിഞ്ഞു. യേശു ടെറ്റലിസ്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രക്ഷാകര പദ്ധതി പൂർണ്ണമായി. ആ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച്
അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നാം രക്ഷയിലേക്ക് കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിശ്വാസം മതി ഇനിയും രക്ഷപ്പെടാൻ, രക്ഷാകര പദ്ധതി. അപ്പോൾ ഈ വിശ്വാസത്തിൽ കൂടി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അവൻ്റെ പാപത്തിൽ നിന്ന് പൂർണ്ണ മോചനം പ്രാപിച്ചു കഴിഞ്ഞു. അവൻ നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞു. അവൻ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞു. അവനെ എവിടെ ഇരുത്തി? മനുഷ്യനെ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മനുഷ്യനെയും ഉയർത്തി സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നാം ഇരിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞു എന്ന്. ആരുടെ ഇടയിലാണ് നടക്കുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ നടന്നു, അല്ലാത്തവരുടെ ഇടയിലല്ല. രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ദൈവ രാജ്യത്തിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. സ്വർഗരാജ്യം ആഗതമായി. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇനിയും വരുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ വരുമ്പോൾ അതിൻ്റെ തുടർച്ചയായിരിക്കും ഉണ്ടാകും ഇനിയും. അപ്പോൾ മനുഷ്യനായി ദൈവം അവതരിച്ചതിൻ്റെ കാരണം നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദൈവം ആത്മാവായിട്ടിരുന്നാൽ രക്തം ചൊരിയാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ദൈവം എങ്ങനെ വെളിപ്പെട്ടു? ദൈവം മനുഷ്യനായി വെളിപ്പെട്ട് രക്തം ചൊരിഞ്ഞു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. അത് മനുഷ്യൻ മനസ്സിലാക്കി മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആ വിശ്വാസം ദൈവം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആ പദ്ധതി തന്നെ ദൈവം നടപ്പാക്കുകയാണ്. അപ്പോൾ ഇനിയും പരിശുദ്ധാത്മാവിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതായത് യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ യേശുക്രിസ്തു ശാരീരികമായിട്ട് ഇവിടില്ല. എന്നാൽ മരിച്ചു കുറേ നാളത്തേക്ക് ശാരീരികമായിട്ടും ദൈവം പ്രത്യക്ഷപ്പെട്ട സന്ദർഭങ്ങളുണ്ട് യേശുക്രിസ്തു. എന്നാൽ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്, കൂടുതൽ പ്രയോജനമാണ്. എന്താ കാരണം? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അതിനുശേഷം ഇനി നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും. അതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം. യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഉള്ളിൽ വസിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് വസിക്കേണ്ടത്? ആത്മാവായിട്ട് അവൻ ഉള്ളിൽ വസിക്കും, പരിശുദ്ധ ആത്മാവായിട്ട്. അപ്പോൾ പരിശുദ്ധ ആത്മാവിനെയും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം എങ്ങനെയാണ് ഇനിയും മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധ ആത്മാവായിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യഹൂദ്യയിലും യെരുശലേമിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവായി ദൈവം വെളിപ്പെടുന്നത്. അപ്പോൾ ഇത് മൂന്നും ട്രിനിറ്റിയിൽ വരുന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം ആത്മാവായിട്ടിരുന്നാൽ രക്ഷാകര പദ്ധതി നടപ്പാകുകയില്ല. യേശു ക്രിസ്തു വരാതിരുന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു? യേശു ക്രിസ്തു വന്ന് രക്തം ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പഴയതും അതുപോലെ ആവർത്തിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്നുള്ള അവസ്ഥ തുടരും. എന്നാൽ യേശു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളെ നീതിമാന്മാരാക്കി. നീതീകരണം നമ്മുടെ മേൽ വന്നു എന്നാണ് വചനം പറയുന്നത്. രക്ഷ നമ്മുടെ മേൽ വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ രക്ഷാകര പദ്ധതി യാതൊരു സംശയവും കൂടാതെ, ഈ തൃത്വത്തെക്കുറിച്ചുള്ള ഉപദേശം യാതൊരു സംശയവിനെയും കൂടാതെ ദൈവം എന്തുകൊണ്ട് മൂന്ന് സ്വത്വങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതിൻ്റെ കാരണമാണ് നമ്മൾ വിശദീകരിച്ചത്. അത് വീണ്ടും വീണ്ടും ഈ വചനം കേൾക്കണം. നമ്മുടെ സംശയം, മൂന്ന് ദൈവങ്ങൾ എന്നുള്ള സംശയം പൂർണ്ണമായി മാറ്റണം. ദൈവം മൂന്ന് വിധത്തിൽ നമുക്ക് വെളിപ്പെട്ടതാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ല,
ദൈവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന് അറിയാൻ ദൈവം ഏകനാണെന്നുള്ളത്. ഇത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലല്ലോ തിരുവചനം എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡുകളാണ് എഴുതിയിരിക്കുന്നത്, മനുഷ്യന് മനസ്സിലാകത്തക്ക രീതി. അപ്പോൾ പിതാവ് പുത്രനെ അയച്ചു, പുത്രൻ അയക്കപ്പെട്ടു. അങ്ങനെ രക്ഷാകര പദ്ധതി ഇവിടെ പൂർണ്ണമായി തീർന്നു. എങ്ങനെ? തൃത്വത്തിൽ കൂടി. ഈ തൃത്വ ഉപദേശം വീണ്ടും വീണ്ടും നാം ഒന്നുകൂടി കേട്ട് ഈ പല ദൈവങ്ങൾ എന്നുള്ള ചിന്തയിൽ നിന്ന് വിട്ട് ആ ചിന്ത ഈ എപ്പിസോഡ് കേട്ടാൽ പൂർണ്ണമായി മാറും. സത്യ ഏക ദൈവമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിലേക്ക്, വിശ്വാസത്തിലേക്ക് മനുഷ്യൻ കടന്നു വരും. അങ്ങനെ രക്ഷാകര പദ്ധതി പൂർണ്ണമാക്കുവാൻ സാധിക്കും. അതിന് ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ആമേൻ. ദൈവവചനം ജീവന്റെ വചനം.